നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ, പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ ചന്ദ്രൻ തുലാം രാശിയിൽ നിൽക്കുന്ന ആളുകളുടെ പ്രത്യേകതകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ചന്ദ്രൻ തുലാം രാശിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി നക്ഷത്രം, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദം അടങ്ങുന്ന തുലാക്കൂറ്. ചന്ദ്രൻ നിൽക്കുന്ന രാശിക്ക് കൂറ് എന്നാണ് പേര് പറയുക, അതായത് ചന്ദ്രാധിഷ്ഠിത രാശി. അപ്പോൾ ഈ ആളുകളുടെ പ്രത്യേകതകളൊക്കെ നമുക്ക് അവരുടെ സ്വഭാവ രീതിയിൽ നിന്നൊക്കെ ഗ്രഹിച്ചെടുത്ത് അവരേത് നക്ഷത്രക്കാരാണ്, ഏത് തരക്കാരാണെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ശാസ്ത്ര നിയമത്തിലേക്ക് പ്രവേശിക്കാം. ദേവബ്രാഹ്മണ സാധുഭൂജനരത പ്രാജ്ഞ ശുചിസ്ത്രീജിത പ്രാംശു സു ഉന്നതനാസിക കൃശജലദ്ഗാത്രോടനാർത്ഥാന്വിത ഹീനാംഗക്രയവിക്രയേഷു കുശലോ ദേവദ്വിനാമാസരുക്ക ബന്ധൂനാമുപകാരകൃദ്യുരുഷിത ത്യക്തശ്ചതൈ സപ്തമേ. സപ്തമം 7ാം ഭാവം അഥവാ തുലാം രാശി എന്നർത്ഥം. അപ്പോൾ ഈ തുലാം രാശിയിൽ ജനിച്ച ആളുകളുടെ സ്വഭാവങ്ങൾ എന്താണെന്നുള്ളതാണ് ആചാര്യൻ ഈ പ്രമാണത്തിലൂടെ വ്യക്തമാക്കുന്നത്. പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ആധികാരികമായിട്ടുള്ള പ്രമാണങ്ങൾ ഉണ്ടാവണം. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ ഒരു ശാസ്ത്രത്തെ സംബന്ധിച്ച് പറയാൻ പാടില്ല. ശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് അഭിപ്രായം പറയണം. അത് സമർത്ഥിച്ച് ആളുകളുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവജ്ഞൻ്റെ കർത്തവ്യം. അല്ലാണ്ട് സ്വന്തം അഭിപ്രായം പറഞ്ഞ് ശാസ്ത്രത്തിൻ്റെ അഭിപ്രായത്തെ അല്ലെങ്കിൽ ശാസ്ത്രമുഖത്തെ വികൃതമാക്കാൻ പാടില്ല. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ശാസ്ത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് സ്വന്തം അഭിപ്രായങ്ങൾ ഇഷ്ടം പോലെ പ്രയോഗിക്കുക. അതിനുള്ള ലൈസൻസ് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അന്വയം നമ്മൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു ശ്ലോകം കിട്ടിക്കഴിഞ്ഞാൽ അത് പദം മുറിച്ച് അന്വയിക്കണം. ശശാങ്കൻ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ. സപ്തമേ വർത്തമാനേ ജാതഃ ദേവബ്രാഹ്മണ സാധുഭൂജനരതഃ പ്രാജ്ഞഃ ശുചിഃ സ്ത്രീജിതഃ പ്രാംശുഃ സു ഉന്നതനാസിക കൃശജലദ്ഗാത്രഃ അടനഃ അർത്ഥാന്വിതഃ ഹീനാംഗഃ ക്രയവിക്രയേഷു കുശലഃ ദേവദ്വിനാമാസരുക്ക് ബന്ധൂനാം ഉപകാരകൃത്തൈഃ വിരുഷിതഃ ത്യക്തഃ ച ഭവതി. ഇതങ്ങോട്ട് പദം മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം കൊണ്ട് വളരെ സ്പഷ്ടമായിട്ട് നമുക്കത് കിട്ടുകയും. അപ്പോൾ അതെങ്ങനെയാണ്? ഇതിൻ്റെ ചന്ദ്രൻ തുലാം രാശിയിൽ ഗതനായിരിക്കുന്ന സമയത്ത് ജനിച്ച ആൾ ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും പൂജിക്കുന്നതിൽ തൽപരനായിരിക്കും. ദേവബ്രാഹ്മണ സാധുപൂജനരത പ്രാജ്ഞശുചി സ്ത്രീജിത. അപ്പോൾ പ്രാജ്ഞത്വം ഉണ്ടാവുക. എന്താണ് ഈ പ്രാജ്ഞത്വം എന്നുള്ളത് മനസ്സിലാക്കുക. എന്താ പ്രാജ്ഞൻ? പ്രാജ്ഞൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വെച്ചാൽ അത് അവിടേക്കാണ് നമ്മൾ സംസ്കൃതം വേണ്ടിവരിക. പ്രാജ്ഞൻ എന്ന് പറയുമ്പോൾ വിദ്വാൻ, പണ്ഡിതൻ എന്നർത്ഥം കേട്ടോ. അതാണ് പ്രാജ്ഞൻ. അപ്പോൾ വലുതായിട്ടുള്ള പ്രാജ്ഞത്വം, വലുതായിട്ടുള്ള പാണ്ഡിത്യം ഉണ്ടാവുക ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക്. തുലാക്കൂറാവണം കേട്ടോ. ഇപ്പോൾ ചിത്ര നക്ഷത്രത്തിൽ കന്നിക്കൂറാച്ച വേറെ ഫലമാണ് പറഞ്ഞിട്ടുള്ളത്, തുലാക്കൂറാവണം. അതേപോലെ തന്നെ വിശാഖ നക്ഷത്രത്തിന് ആദ്യത്തെ 3 പാദമാണ് തുലാത്തിലുള്ളത് എന്നുള്ള മനസ്സിലാക്കുക. എല്ലാ വിശാഖ നക്ഷത്രക്കാർക്കും ഈ ഫലം പറയരുത്. അപ്പോൾ ആദ്യത്തെ 3 പാദത്തിൽ ജനിച്ച ആളുകൾക്കാണ് ഈ ഫലം വരിക. അതേപോലെ ശരീരം നല്ലോണം ശുചിയായിട്ട് സൂക്ഷിക്കുക, നല്ലോണം ശുചിത്വം ഉണ്ടാവുക. സ്ത്രീജിതത്വം, സ്ത്രീകളെ ജയിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അധീനനായിട്ട് ഭവിക്കുക. സ്ത്രീജിത, സ്ത്രീകളാൽ ജിതൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്ത്രീകളെ ജയിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം, സ്ത്രീകളെ വശത്താക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അധീനനായിട്ട് സ്ത്രീകളൊരു വീക്ക്നെസ്സായി കൊണ്ടു നടക്കുക എന്നൊക്കെ പറയില്ലേ. അങ്ങനെ സ്ത്രീകളോട് കുറച്ചധികം ലോഹ്യം അധികം ഉണ്ടാവും. അതാണ് മറ്റൊരു പ്രത്യേകത. ഉയർന്ന ശരീരം, പ്രാംശുഹു ഉന്നത, അത് വലിയ ശരീരവും ഉന്നതമായിരിക്കുന്ന നാസിക എന്ന് പറയുമ്പോൾ മൂക്കാണ്. അപ്പോൾ ഏറ്റവും ദീർഘശരീരനും ഒത്ത മനുഷ്യൻ എന്ന് പറയും. ദീർഘശരീരനായിട്ടും ഏറ്റവും ഉയർന്ന മൂക്കോട്ട് കൂടിയിട്ടും ഇരിക്കുക. പിന്നെയോ
കൃശചല. കൃശചലത്ത് എന്ന് പറയുമ്പോൾ കൃശം മെലിഞ്ഞത് എന്നർത്ഥം, മെലിഞ്ഞിരിക്കുന്ന ശരീരം. അപ്പോൾ നല്ല ഉയർന്ന ശരീരവും, അതായത് ഉയരം കൂടിയ ശരീരവും മെലിഞ്ഞിരിക്കുന്ന പ്രകൃതവും. കൃശചലത് ഗാത്ര അടന അർത്ഥാന്വിത. അടനം എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല ഈ കാട്ടിലൊക്കെ സഞ്ചരിക്കുക എന്ന് പറയും. അപ്പോൾ ഗാത്രോടന അർത്ഥാന്വിത. അപ്പോൾ അങ്ങനെയാണ് ഗാത്രം ശരീരം, ചടച്ചിരിക്കുന്ന ശരീരം. അടനൻ എന്ന് പറയുമ്പോൾ സഞ്ചാരി എന്നർത്ഥം. ഈ കാട് മേട് ഇതിലൊക്കെ സഞ്ചരിക്കുക, പൊതുവേ സഞ്ചാരി, അതാണ് അടനൻ, സഞ്ചാരി. അർത്ഥാന്വിതൻ എന്ന് പറയുമ്പോൾ ധാരാളം ധനത്തോടു കൂടിയവനാണ് അർത്ഥാന്വിതം. അർത്ഥം ധനം നേടിയവൻ. ഹീനാംഗത്വം എന്ന് പറയില്ലേ, ഹീനാംഗം എന്ന് പറയുമ്പോൾ അംഗഹീന എന്ന് പറയാൻ പെട്ടെന്ന് മനസ്സിലാവും. അംഗഹീന, അതാണ് അംഗവൈകല്യത്തോടു കൂടിയ, ശരീരത്തിന് പൂർണ്ണത ഇല്ലാതിരിക്കുക, അംഗവൈകല്യം ഉണ്ടാവുക എന്നർത്ഥം. അപ്പോൾ ഈ നക്ഷത്രം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്, പൂർണ്ണാംഗത്വം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽ പറഞ്ഞ ദശ വരിക, അല്ലെങ്കിൽ അങ്ങനെയുള്ള അപഹാരങ്ങൾ വരിക. ആ സമയത്തൊക്കെ ഈ ഗ്രഹങ്ങളൊക്കെ ദുഷ്ടന്മാരൊക്കെ ആയിരുന്നാൽ അങ്ങനെയുള്ള ദശകളിലും അപഹാരങ്ങളൊക്കെ ഹീനാംഗത്വം പറയണം. അതൊക്കെ പറഞ്ഞിട്ട് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ മകീരം ചിത്രകൂട്ടം ചൊവ്വാദശ, ഒരാൾക്ക് ചൊവ്വാദശ വരികയാണ്. ആ ചൊവ്വ അനിഷ്ടസ്ഥനായിട്ട് നിൽക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ആ അനിഷ്ടസ്ഥനായിരിക്കുന്ന ചൊവ്വയുടെ ദശയിൽ അംഗഹീനത്വം പറയാം. അല്ലെങ്കിൽ നമ്മൾ സൂക്ഷ്മമായ തലങ്ങളിലേക്ക്, ഇപ്പോൾ ഒരു ദേവപ്രശ്നമാണ്, അപ്പോൾ ബിംബം ചിന്തിക്കേണ്ട രാശിയിൽ ഉദിച്ച നക്ഷത്രം ഇന്ന നക്ഷത്രം അണച്ചാൽ ആ ബിംബത്തിന് അംഗഹീനത്വമുണ്ടെന്ന് പറയാം. ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ രഹസ്യങ്ങളാണ്. അങ്ങനെയൊക്കെ നമ്മൾ കോട്ട് ചെയ്ത് പറയണം, അപ്പോഴൊക്കെയാണ് അത് വിജയിക്കുക. ക്രയവിക്രയേഷു കുശല. ക്രയവിക്രയേഷു കുശല എന്ന് പറയുമ്പോൾ ക്രയവിക്രയങ്ങളിൽ സമർത്ഥനായിട്ട് ഭവിക്കുക, ബിസിനസ്സുകാരനാവുക എന്നർത്ഥം കേട്ടോ. ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക, പല കാര്യങ്ങളും ബിസിനസ് മൈൻഡായിരിക്കും ഉണ്ടാവുക. ക്രയവിക്രയേഷു കുശല. ദേവദ്യുനാമാസരുക്ക്, ദേവൻ്റെ പേര്, അവനവൻ്റെ പേരിനോട് കൂടിയിട്ട് ദേവനാമം ഉണ്ടായിരിക്കുക. ഇപ്പോൾ രണ്ടാമതൊരു പേരുണ്ടാവുക, അത് ദേവനാമമായിരിക്കാം. അപ്പോൾ ചില കാര്യങ്ങൾ, ഇയാൾക്ക് 2 പേരുണ്ട്, അതിൽ ഒന്ന് ഈശ്വരനാമവുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറയാം. അങ്ങനെ അനുഭവം ധാരാളം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചില മോഷണ പ്രശ്നങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആളാണ് മോഷ്ടിച്ചത്, അല്ലെങ്കിൽ അയാളുടെ പേരിൽ ഇന്നതുണ്ട് എന്നൊക്കെ പറയാൻ, അതൊക്കെ നല്ലൊരു ഗുരുനാഥൻ്റെ കയ്യിൽ ജ്യോതിഷം പഠിക്കുമ്പോഴാട്ടോ അതൊക്കെ പറഞ്ഞാൽ ശരിയാവുള്ളൂ. ഇത് കേട്ടിട്ട് അങ്ങോട്ട് എടുത്തടിച്ച് പറയരുത്. അപ്പോൾ അതിന് ചില ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ട് ഗുരുമുഖത്തു നിന്ന് അഭ്യസിച്ച ജ്യോതിഷവും ഉപദേശമൊക്കെ ഉണ്ടെച്ചാൽ അതൊക്കെ ഫലിക്കുള്ളൂ. അപ്പോൾ ഇതിൽ ശാസ്ത്രത്തിൽ കണ്ട പാഠമായിട്ട് പറഞ്ഞാൽ ഫലിക്കണം എന്നില്ല. ഇപ്പോൾ ചില ആൾക്കാർ വെറുതെയൊക്കെയോ വേണ്ട, ഇത് എന്താ വെച്ചില്ല, മിക്ക ആൾക്കാർക്കും 99% ആൾക്കാർക്കും ഈ പറയുന്ന ഫലങ്ങളൊക്കെ അവരുടെ ജീവിതാനുഭവങ്ങളായിട്ട് വന്നിട്ടുണ്ട്. 1% ആൾക്കാർ മാത്രം പറയും ഇതിനോട് യാതൊരു ബന്ധവുമില്ല. അത് ജ്യോതിഷ വിശ്വാസികളെന്നാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. കാരണം ഇത് ഹോരയാണ്, വരാഹഹോരയാണ്. അപ്പോൾ വരാഹമിഹിരൻ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ചതിൻ്റെ ശേഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകൾക്കൊന്നും ഇത് കൈകാര്യം ചെയ്യാനുള്ള അർഹത പോലും ഇല്ല എന്നുള്ളത് പലപ്പോഴും മനസ്സിലാവും. കാരണം അത്രയും പ്രാധാന്യം ഈ ഒരു വിഷയത്തിനുണ്ട്. വേദാംഗമാണ്, അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിനനുസരിച്ചുള്ള ജീവിതശൈലിയൊക്കെ ശീലിക്കണം, സ്വഭാവം അതിനനുസരിച്ചിട്ടായിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഫലങ്ങളൊക്കെ പറഞ്ഞാൽ ശരിയാവുള്ളൂ. അപ്പോൾ 2 നാമത്തോടു കൂടിയ ആളായിരിക്കും. അതിൽ ഒന്ന് എന്തുണ്ടാവും, ദേവനാമമായിരിക്കും, ദേവനോട് ബന്ധപ്പെട്ട പേരുണ്ടായിരിക്കും. രുക്ക് രോഗം, എപ്പോഴെന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഉണ്ടാവുക. ബന്ധൂനാം ഉപകാരകൃദ്ദുരുഷിത സ്ത്യക്തസ്തുതൈ സപ്തമൈഹി. ബന്ധുക്കളൊക്കെ ഉപകാരം ചെയ്യാൻ വളരെ ആക്റ്റീവായിട്ടുള്ള ആളായിരിക്കുക. ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്യാൻ ഉള്ള താല്പര്യം. അപ്പോൾ ബന്ധുക്കൾക്ക് ഉപകാരത്തെ ചെയ്യുന്നവൻ എന്നർത്ഥം, അങ്ങനെ വെച്ചാൽ മതി. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, സ്ത്യക്തസ്തു തൈ സപ്തമേ, അങ്ങനെയാണ് അത് പറയുക, ത്യജിക്കപ്പെട്ടവൻ. എന്നാൽ ബന്ധുക്കൾ ത്യജിക്കപ്പെട്ടവനായിരിക്കും. ബന്ധുക്കൾക്ക് നല്ലത് ചെയ്ത് ബന്ധുക്കളാൽ ത്യജിക്കപ്പെട്ടവരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ. അത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, അവരെ
അകമഴിഞ്ഞ് സഹായിച്ച ആൾക്കാരാ, അവർ നമ്മളെ ചതിച്ചു. അത് ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാരാവാൻ സാധ്യത കൂടുതലുണ്ട്. പൊതുവേ അങ്ങനെ ഉണ്ട്. അത് സമൂഹത്തിലിപ്പോൾ കലിയുഗമാണ്. ഉപകാരം ചെയ്ത് കയ്യിന് കടിക്കുക എന്നുള്ളത് പൊതുവേ ഉള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നു, അതിലെ നെഗറ്റീവ് കണ്ടെത്തിയിട്ട് ഫലം പറയുക, അത് വേറൊരു ആൾക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. എന്തായാലും ഞാൻ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി അത് ചോദിച്ച് കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തുലാം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന ആളുകളുടെ പ്രത്യേകതകൾ ആചാര്യം പറഞ്ഞിട്ടുള്ളത്. നമുക്കത് ഒന്നുകൂടിയും പരിശോധിക്കാം. ചന്ദ്രൻ തുലാത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും പൂജിക്കുന്നതിൽ താല്പര്യം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ദേവപൂജകന്മാരായിരിക്കും എന്നർത്ഥം. പ്രാജ്ഞത്വം ഉണ്ടാവുക, അഥവാ നല്ലോണം വിദ്വത്വം ഉണ്ടാവുക, എപ്പോഴും ശുചിയായിരിക്കുന്ന ശരീരം എപ്പോഴും നല്ല വൃത്തിയും വെടുപ്പായിട്ട് നടക്കുക, സ്ത്രീജിതത്വം, സ്ത്രീകളൊക്കെ അടിമപ്പെടുക, അല്ലെങ്കിൽ സ്ത്രീകളിൽ താല്പര്യം ഉണ്ടാവുക എന്നുള്ളൊരു പ്രത്യേകതയും, ഉയർന്ന ശരീരവും മൂക്കും, നല്ലോണം ഉയരമുള്ള ശരീരപ്രകൃതി, ഉയർന്നിരിക്കുന്ന നാസിക, മെലിഞ്ഞ് ഇളകുന്ന ദേഹം, മെലിഞ്ഞ ശരീരപ്രകൃതിയായിരിക്കും ഉണ്ടാവുക. സഞ്ചാരപ്രിയത്വം, എപ്പോഴും യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക. ചരരാശി ആയതുകൊണ്ടാണ് അതങ്ങനെ ഒരു ഫലം അതിൽ വന്നത്. ചരരാശി എപ്പോഴും ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സഞ്ചാരപ്രിയത്വം ഉണ്ടാവുക. ധാരാളം ധനം ഉണ്ടാവും. അംഗവൈകല്യത്തോടു കൂടിയ വ്യക്തിയായിരിക്കും. കച്ചവടത്തിൽ അഥവാ ബിസിനസ്സിൽ താല്പര്യമുണ്ടായിരിക്കും. ദേവനെ സംബന്ധിച്ചതായിട്ടുള്ള ഒരു ഇരട്ടപ്പേര്, സാധാരണ ഒരു പേരും അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ദേവനാമവും ആ വ്യക്തിയുടെ പേരിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എപ്പോഴും എന്തെങ്കിലും തരത്തിലായ അസുഖങ്ങൾ ഉണ്ടായിരിക്കും. ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്യും, എന്നാൽ ബന്ധുക്കളാൽ ദ്വേഷത്തോടു കൂടിയവനായിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കളാൽ ത്യജിക്കപ്പെട്ടവനായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് തുലാത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ആളുകളുടെ പ്രത്യേകതകൾ. അപ്പോൾ ഈ ജ്യോതിഷം പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കൊക്കെ പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കൂടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. അത് മറ്റുള്ള ആളുകൾക്ക് പ്രയോജനമാവും. അപ്പോൾ ഇത്തരം വീഡിയോസ് കാണാതെ പോകുന്ന ആൾക്കാരുണ്ട്. കാരണം ഇത് എവിടെയെങ്കിലും കിട്ടാൻ വല്ല മാർഗ്ഗമുണ്ടോ, വഴിയുണ്ടോ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ നല്ല ജ്യോതിഷം ആളുകളിലെത്തട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ആർക്കെങ്കിലും ഒരു ബോധം ഉണ്ടാവട്ടെ. നമ്മൾ ഇന്ന് ഈ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പലതരത്തിലും വളച്ചൊടിച്ചിട്ട് ഈ ശാസ്ത്രത്തിനോട് ബന്ധമില്ലാതെയുള്ള പല കാര്യങ്ങളും ജ്യോതിഷം എന്ന പേരിൽ വിൽക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊന്നും ശാശ്വതമല്ല. അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഔട്ടാവും, നമ്മുടെ ഫീൽഡിൽ നിന്ന് ഔട്ടാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് ജ്യോതിഷം അഭ്യസിക്കുക. ഈ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നാ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും അവിടെയും ഇവിടെയും തൊടാണ്ട് പഠിച്ച ഒരാളുടെയും ഫലം പറയരുത്. ഇത് നാട്ടുകാരുടെ ഭാവിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഉത്തമ ബോധം ഉണ്ടാവണം. അതിനനുസരിച്ചിട്ടുള്ള ജീവിതശൈലിയും ചിട്ടവട്ടങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് കൈകാര്യം ചെയ്യാനുള്ള അധികാരമുള്ളൂ. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ജ്യോതിഷം നോക്കുക, അവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക. അപ്പോൾ നിങ്ങളുടെ കാര്യമൊക്കെ ശരിയാവും, യാതൊരു സംശയവും വേണ്ട. അല്ലാതെയുള്ള ആളുകളെ ത്യജിക്കുക, അതിലും യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.